2 പതിറ്റാണ്ടിലേറെയായി ഇഴഞ്ഞു നീങ്ങുന്ന ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് UDF പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭത്തിന് തുടക്കമായി. 2004 നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് ഭരണാനുമതി ലഭിച്ച പദ്ധതിയാണിത്. അന്നത്തെ ജനപ്രതിനിധി KP വിശ്വനാഥിന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. 2006 ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും 20 വർഷം പിന്നിട്ടിട്ടും പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് സമരസമിതി കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചവർക്ക് പദ്ധതി പൂർത്തീകരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതായും യോഗം ആരോപിച്ചു. KM ബാബുരാജ് പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. UDF പുതുക്കാട് നിയോജക മണ്ഡലം ചെയർമാൻ KL ജോസ് അധ്യക്ഷനായി. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടെസി ജോസ്, മീന മദനൻ, ജോയ് നെല്ലിശ്ശേരി, രതി ബാബു, ഭാഗ്യവതി ചന്ദ്രൻ, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് സാൻഡോ നന്ദിപുലം, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിൻഡോ നെരിനാമ്പിള്ളി തുടങ്ങിയവർ സന്നിഹിതരായി. പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനായി സമഗ്രമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി ജലസേചന മന്ത്രി മോൻസ് ജോസഫിന് നേരിട്ട് സമർപ്പിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. പാലം യാഥാർത്ഥ്യമാകുന്നതുവരെ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകാനാണ് UDFന്റെ തീരുമാനം. വന്നിട്ടുള്ള LDFന്റെ നേതൃത്വത്തിലുള്ള ശ്രീ രവീന്ദ്രൻ മാഷ് 15 കൊല്ലക്കാലം ഇവിടെ MLA ആവുകയും അദ്ദേഹം മന്ത്രിയാവുകയും ചെയ്തൊരു കാലഘട്ടം. പക്ഷേ അന്ന് ആ KP വിശ്വനാഥൻ തുടങ്ങി വെച്ചിട്ടുള്ള നമ്മുടെ നിയോജകമണ്ഡലത്തിലെ വിവിധങ്ങളായ പദ്ധതികൾ, തോട്ടുമുഖം പദ്ധതി, അതുപോലെ തന്നെ ആറ്റപ്പള്ളി പദ്ധതി, അങ്ങനെ ഒട്ടേറെ പദ്ധതികളൊക്കെ അവസാന കാലഘട്ടത്തിൽ അതിന്റെ പൂർത്തീകരണം സാധിക്കാത്ത രീതിയിലാണ് അന്ന് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് അദ്ദേഹം മാറി നിൽക്കേണ്ടി വന്നത്.